ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു ഓട്സ് റെസിപ്പി ആയിട്ടാണ് വന്നത്. സിമ്പിളാണ്, അതുപോലെ തന്നെ ടേസ്റ്റുമാണ്. ഓട്സ് ഹലീം എന്നാണ് ഇതിൻ്റെ പേര്. സാധാരണ ഹലീം എല്ലാവരും ഉണ്ടാക്കാറ് ഗോതമ്പ് വെച്ചിട്ടാണ്. ഇത് ഹലീമിൻ്റെ ഈസി വേർഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇതെങ്ങനെയാണ് ഉണ്ടാക്കലെന്ന് ഇനി നമുക്ക് നോക്കിയിട്ട് വരാം. ഇതിനായിട്ട് ഞാൻ ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കുറവായിട്ടും എടുക്കാം, അല്ലെങ്കിൽ ഞാൻ എടുത്തതിലും അധികം എടുക്കാം. ഞാനിവിടെ 1 കപ്പ് ഓട്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ അളവിൽ അതിനേക്ക് ആവശ്യമായ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ മഞ്ഞൾപ്പൊടി. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് എരിവ് ഉണ്ടാകുമ്പോഴാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾക്ക് ഇനിയും കുരുമുളക് പൊടി ചേർക്കാനുണ്ട്, അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടി ഒരു 1/2 ടേബിൾ സ്പൂണ് ചേർത്ത് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ വേവിച്ച വെള്ളം സ്റ്റോക്കില്ലേ, ആ സ്റ്റോക്ക് ഒന്ന് മാറ്റി വെക്കണം. നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പിയിലേക്ക് ആവശ്യമുണ്ട്. അതുപോലെ വേവിച്ച ചിക്കൻ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് നുള്ളിയിട്ട് കൊടുക്കാം. ഞാൻ ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഒരു ബൗളിൽ അതിൻ്റെ സ്റ്റോക്ക് മാറ്റി വെച്ചു. പിന്നെ ചിക്കൻ കൈവച്ച് ഒന്ന് നുള്ളിയിട്ടും ഒരു പ്ലേറ്റിലെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉള്ളി, ഒരു ഹാഫ് ഉള്ളിയാണ് എടുത്തത്, ഒരു വലിയ ഉള്ളിയുടെ ഹാഫ്. പിന്നെ കാഷ്യൂ നട്ട്സ്, ഇത് രണ്ടും കൂടി നമുക്ക് ഫ്രൈ ചെയ്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. അതുപോലെ ലെമണ്, മിൻറ്റ് ലീഫ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ചത്. പിന്നെ 1 കപ്പ് ഓട്സുമാണ് വേണം. ഇനി നമുക്ക് കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ നമ്മുടെ അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കാഷ്യൂ നട്ട് കോരി മാറ്റിയതിന് ശേഷം ഞാൻ ഉള്ളി ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വഴറ്റി കൊടുത്തു. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു. അതുപോലെ തന്നെ ഈ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിലും കൂടി കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുത്തു. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിന് ശേഷമാണ് ഞാൻ 1 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കുന്നത്. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നല്ലപോലെ തന്നെ നമ്മുടെ ഓട്സിൽ മിക്സ് ചെയ്യുന്ന വിധത്തിൽ ഒരു 2 മിനിറ്റെങ്കിലും ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ സ്റ്റോക്ക് കൂടാതെ തന്നെ 1/2 കപ്പ് വെള്ളം ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുത്തു. അതിന് ശേഷമാണ് ഞാൻ ബാക്കി 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചത്. ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ചിക്കൻ ഇതിലേക്ക് തിളപ്പിച്ചെടുത്തു. ഞാൻ ഇട്ട് കൊടുത്ത് ഫുള്ളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിനൊന്നും കറക്റ്റ് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചിക്കൻ എടുക്കാവുന്നതാണ്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് മിൻറ്റ് ലീഫ് ഇട്ട് കൊടുത്തു. മിൻറ്റ് ഇതിൽ മസ്റ്റായിട്ടും വേണം. മിൻറ്റും കൂടി വരുമ്പോഴാണ് ഇതിലേക്ക് നല്ല സ്മെല്ല് വരുന്നത്, അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഒരു ലെമണിൻ്റെ ഫുള്ള് ജ്യൂസ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി വരുമ്പോൾ ഒരു സൂപ്പർ ടേസ്റ്റാണ്. ആ ഒരു നാരങ്ങയുടെ പുളിയും അതുപോലെ കുരുമുളക്, നമ്മുടെ ചിക്കൻ, മിൻറ്റ് ലീഫ് എല്ലാം കൂടി ചേർന്നൊരു മിക്സ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. ലൈറ്റ് ചൂടോട് കൂടി തന്നെ ഇത് കഴിക്കാനും നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അതുപോലെ വീട്ടിൽ
ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അൽസക്ക് പകരം നമുക്ക് സൈഡായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാഷ്യൂ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെ വീട്ടിലും എന്തായാലും ഓട്സ് ഉണ്ടാവും. അപ്പോൾ ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയുമായി ഇനി കാണുന്നത് വരെ എല്ലാവരോടും ബായ്.